സൂപ്പർ ലീഗ് കേരളയുടെ രണ്ടാം സീസണിന്റെ അല്പസമയത്തിനകം തുടക്കമാകും. കോഴിക്കോട് EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ രാത്രി 7:30-ക്കാണ് ഗ്രാൻഡ് കിക്ക് ഓഫ്. ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കാലിക്കറ്റ് FC ഫോസ കൊച്ചിയെ നേരിടും. വൈകിട്ട് 6 മണിക്ക് വേടൻ, അനാർക്കലി മരക്കാർ, ഹനാൻ ഷാ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വലിയ കലാപരിപാടികളും ഒക്കെയും അരങ്ങേറുന്നുണ്ട്. അപ്പോൾ ആദ്യ മത്സരം പൊടിപൊടിക്കുമെന്ന് ഷൈജു ദാമോദരനും പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. സൂപ്പർ ലീഗ് കേരള ആവേശം ഉണ്ടല്ലോ സ്വാഭാവികമായിട്ട്. രണ്ടാം സീസണാണ്, 33 മാച്ച് ഉണ്ട്. ആദ്യ മത്സരത്തിന്റെ കഴിഞ്ഞ വർഷത്തെ ഫൈനലാണ്. സ്വാഭാവികമായിട്ട് ആവേശം ഉണ്ടാവും, നല്ല ആവേശം ഉണ്ടാവും. കോഴിക്കോട് EMS സ്റ്റേഡിയത്തിൽ നിന്ന് ആകാശ് തടത്തിൽ ചേരുന്നുണ്ട്. ആകാശേ, ലിയോണൽ മെസ്സി കേരളത്തിലേക്ക് വരും മുമ്പ് ഫുട്ബോൾ ആവേശം ഇരട്ടിയാവുകയാണ്. ആരാധകർ വലിയ ആവേശത്തിൽ തന്നെയാണോ? ഒപ്പം ഇനി ഈ ആവേശം ഇരട്ടിയാക്കാൻ വേടനടക്കമുള്ള ആളുകളും ഉണ്ടല്ലോ അല്ലേ? എല്ലാവരും എത്തിയോ? തീർച്ചയായും സേതു, വലിയ ആവേശത്തിലാണ് ഈ ആളുകൾ മൊത്തം. സൂപ്പർ ലീഗ് കേരളയുടെ രണ്ടാം പതിപ്പിന് തുടക്കമാകുമ്പോൾ വലിയ തരത്തിലുള്ള ആവേശമാണ്. കഴിഞ്ഞ ഫൈനലിസ്റ്റുകളായിട്ടുള്ള കാലിക്കറ്റ് FCയും ഫോസ കൊച്ചിയും തമ്മിലാണ് ഇന്നത്തെ മത്സരം. ഇന്ന് നമ്മുടെ കൂടെ ചേരുന്നത് കാലിക്കറ്റ് FCയിലെ കുറച്ച് ആരാധകരാണ്. ഇന്നത്തെ കളി എന്താണ് അവസ്ഥ? ജയിക്കോ? ഓ, ജയിക്കും. 100% ഉറപ്പ്. 100% ഉറപ്പാണ് ജയിക്കും എന്നുള്ളത്. കോഴിക്കോട് അടിപൊളിയല്ലേ, ജയിക്കും. വളരെ സന്തോഷം. നമ്മൾ ആദ്യത്തെ മാച്ച് നന്നായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ സീസണിൽ എവിടെ നിർത്തിയോ അവിടെ നിന്ന് തുടങ്ങാനാണ് ക്ലബ്ബും മാനേജ്മെൻറ്റും പ്ലെയേഴ്സും ഒക്കെ തീരുമാനിക്കുന്നത്. നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്. വിജയത്തിൽ കുറഞ്ഞതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഈ സീസണിലും കപ്പ് കോഴിക്കോട് അങ്ങാടി തന്നെ ഉണ്ടാവും. ഇവിടെ നിന്ന് ആരും കൊണ്ടുപോകാമെന്ന് വിചാരിക്കേണ്ട, നമ്മളത് ഇവിടെ നിലനിർത്തുക തന്നെ ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യത്തെ ഫൈനലിസ്റ്റുകൾ തമ്മിലാണ് ഇപ്പോൾ മത്സരം നടക്കുന്നത്. അത് ആദ്യത്തെ മത്സരമാണ്. അപ്പോൾ ഒരു പക്ഷേ കഴിഞ്ഞ കളീൻ്റെ ഒരു പക തീർക്കാനായിട്ട് ഫോസയ്ക്ക് ഒരു സാധ്യതയുണ്ടോ? ഇല്ല, അവരെ ഗെയിം കളിക്കും. നമ്മൾ അതിനേക്കാൾ നല്ല ഗെയിം കളിക്കും തന്നെയാണ് വിശ്വാസം. കഴിഞ്ഞ ഫൈനലിൽ എന്ത് റിസൾട്ടാണോ ഈ സ്റ്റേഡിയത്തിൽ ഉണ്ടായത് അതിനേക്കാൾ മെച്ചമുള്ള ഒരു റിസൾട്ട് കാലിക്കറ്റിന് ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നമുക്കിപ്പോൾ ഒരു അർജന്റീനൻ കോച്ചൊക്കെയാണ് ഈ ടീമിൽ. കുറച്ച് കാലമേ പരിശീലനം ഉണ്ടായുള്ളൂ കോച്ച് പറയുന്നത്. അതൊരു ഈ കളിയെ ബാധിക്കുമെന്ന തരത്തിൽ തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. നല്ല ടാക്ടിക്സും നല്ല എക്സ്പീരിയൻസും ഉള്ള കോച്ചാണ് നമുക്കുള്ളത്. അതിനെക്കൊണ്ട് തന്നെ നല്ല വൃത്തിയുള്ള നല്ലൊരു റിസൾട്ട് ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കും. അതുതന്നെയാണ് ഇവർ പറയുന്നത്. കാലിക്കറ്റ് FC ഫാൻസിന് എല്ലാവരും പറയുന്നത് എന്തായാലും കഴിഞ്ഞ ഫൈനൽ പോലെ തന്നെ ഇത്തവണയും കപ്പ് സ്വന്തമാക്കും, കോഴിക്കോട് അങ്ങാടിയിൽ തന്നെ കപ്പ് നിൽക്കുമെന്നാണ് പറയുന്നത്. നമുക്കിവിടെ ദൃശ്യങ്ങൾ കാണാം. ആവേശം ഇരട്ടിച്ചു വരികയാണ്. ടീമംഗങ്ങളൊക്കെ വരാൻ സമയമെടുക്കുന്ന സമയങ്ങളിൽ ആളുകൾക്കുള്ള ആവേശത്തിലാണ്. എന്താ പറയാ, നല്ല കളി തന്നെ പ്രതീക്ഷിക്കുന്നത്. നല്ല കളിയായിരിക്കും എന്തായാലും. ഇത്തവണ എന്തായാലും അടിക്കും. കപ്പ് എന്തായാലും അടിക്കും. പക്ഷെ ഇന്നത്തെ മാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഫോർസഡായിട്ടാണ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ മാച്ച് കളിച്ചപ്പോൾ 2-1 നമ്മൾ ജയിച്ചു. ഏതൊക്കെ മാച്ച് കളിക്കുന്നതായിരിക്കും നമ്മൾ ജയിച്ചിരിക്കുന്നത്. എന്നാൽ ജയിക്കുന്നതാണ് പ്രതീക്ഷ. അതുതന്നെയാണ് സേതു, ഇത്തവണ കപ്പടിക്കുമെന്നാണ് കാലിക്കറ്റ് FC തന്നെ പറയുന്നത്. സേതു, ഓക്കെ ആകാശ്, ശരി. അപ്പോൾ എല്ലാവരും നല്ല ആത്മവിശ്വാസത്തിലാണ്. അവിടെ അങ്ങ് കൊട്ടിക്കേറുകയാണ് ആവേശം. ഒപ്പം ഇനി ഈ ആവേശം ഇരട്ടിയാക്കാൻ നമ്മുടെ ഗായകരും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ആകാശ്. നമുക്ക് മറ്റ്